ചൂടും കൂടെ അല്ലേ വീട്ടിൽ, AC ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മൂടിനെ പറഞ്ഞു ഇത്ര വലിയ പിടിച്ചാവും ഓർത്തി. കേരളം കണ്ട ഒരേ ഒരു കരുത്തുറ്റ വനിത രേണു സുധി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. തുടക്കത്തിലെ ഡിസ്ക്ലൈമർ, രേണു സുധിയുമായി ബന്ധപ്പെട്ട ഒരു കോണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം കാണാതിരുന്നാൽ മതി. ബാക്കിയുള്ളവർ ഇപ്പം തന്നെ സ്കിപ്പ് അടിച്ച് പോക്കോ. പിന്നെ കാണാനിരിക്കുന്നവർ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ. ആ ഹൈപ്പിലും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കാരണം രേണു സുധിയെ ഇപ്പം ആളുകൾക്കൊക്കെ മടുത്തടേ. ഞാൻ നിങ്ങളെ സ്നേഹിക്കണമെന്നൊന്നും അധികം പറയത്തൊന്നുമില്ല, പക്ഷെ ആളുകൾക്ക് മടുത്തു. അതുകൊണ്ട് തന്നെ വലിയ റീച്ച് ഒന്നും ഇല്ല ഇപ്പോൾ. രേണു സുധി കട്ടയമ്പടവും മടങ്ങുമോ രേണു സുധി? ഇന്നലെ എന്തോ മറ്റേ സിനിമയുടെ പൂജ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കറങ്ങുന്നത് കണ്ടു. ഓൺലൈൻ മീഡിയക്കാർ ചെന്നു ഇതും കൊണ്ട്. എന്നിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ചേച്ചിയുടെ മറുപടി, എൻ്റെ ദൈവമേ, രേണു സുധിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. മിടുക്കിയ രേണു സുധി. ഈ കഴിഞ്ഞ ദിവസം ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്തില്ല. ഒരു സ്ക്രീൻഷോട്ട് കണ്ടായിരുന്നല്ലോ അല്ലേ നിങ്ങൾ? രേണു സുധിയുടെ ചാറ്റിൻ്റെ അതിനെപ്പറ്റി ഒരു ഓൺലൈൻ മീഡിയക്കാരൻ ചേട്ടൻ ചോദിച്ചു. ഉടനെ രേണു സുധി കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാമേ. രേണു സുധി, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരുടെയും വീഡിയോ കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പറയുന്നത്, ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ കിടന്ന് മെഴുകിക്കോ. ഞാനൊന്നും കാണാറില്ല, തിരക്കാന്ന്. പക്ഷെ ചേച്ചി കാണുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാം ചേച്ചി. അതുകൊണ്ടാണല്ലോ ചേച്ചി പലതിനും മറുപടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇത്രേ ഉള്ളൂ രേണു സുധി. ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരേ ചോദ്യം ഒന്നോ രണ്ടോ ആൾക്കാർ മാറി ചോദിക്കുമ്പോൾ പല വർത്താനം പറയരുത്. ഒരൊറ്റ വർത്താനം പറയണം. മനസ്സിലായോ? ഒരൊറ്റ ഉത്തരം കൊടുക്കണം. അല്ലാതെ ഒരാൾക്കൊരു ഉത്തരം കൊടുത്തു, കുറച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് വേറൊരാൾ സെയിം ചോദ്യം ചോദിക്കുമ്പോൾ വേറെ ഉത്തരം പറയരുത്. നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അതാ, മണ്ടത്തരവാ. പിടികിട്ടിയോ? ഇതൊന്ന് കേട്ടോണേ നിങ്ങൾ. എനിക്ക് ഓർമ്മ പോലും ഇല്ല ചാറ്റ് എന്തുവാണ്. ഞാൻ അതിനകത്ത് എന്താ പറഞ്ഞത്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ അതിന് മുന്നേ ലൈവ് പോയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കാണണം, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, ഒന്ന് ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണം. ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവിൽ. നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടിട്ടില്ല. അത് എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവിച്ചത്. എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണെന്ന്. ചേച്ചി, ഞങ്ങൾ കണ്ടത് ആ ചാറ്റ്. അതിൽ ചേച്ചി തന്നെ ചേച്ചിയുടെ കുറേ റീലൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അതൊക്കെ എന്തിനാ? അല്ല, അതൊക്കെ പോട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. ഏതോ ഒരുത്തൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു. ആ മോനെ, ഓക്കേടാ, നീ വാടാ, നമുക്കൊരു കോഫി കുടിക്കാനോ, നമുക്കൊരു കാറിൽ ഡ്രൈവ് പോകാനോ, ഞാൻ ഓക്കേടാ, നീ മാനേജറിനെ വിളിച്ച് സംസാരിച്ചാൽ മതിയടാ എന്ന് ആരെങ്കിലും പറയൂടെ? അല്ല, ആരെങ്കിലും പറയൂ? എനിക്കറിയാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുത്തരെ നമ്പാൻ പറ്റത്തില്ല, ഒരുത്തിയെ നമ്പാൻ പറ്റത്തില്ല. ഈ ഒരു കാലഘട്ടത്ത് ഒരുത്തൻ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുമ്പോൾ മാനേജറെ വിളിച്ചാൽ മതി. ഞാൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് ഒരു കോഫി, ഒരു കറക്കം. ഇതൊരു വല്ലാത്ത പരിപാടിയായി പോയല്ലോ രേണു സുധിയെ. നിന്നങ്ങ് മെഴുകുക. ആ ചാട്ട് എൻ്റെ ആണെന്ന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഇനി വേറൊരു സാധനം പറയുന്നുണ്ട്, AI ആണെന്നൊക്കെ. ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല കേട്ടോ, ചിലപ്പോൾ AI ആയിരിക്കാം. എല്ലാം പിന്നെ കുറച്ചായിട്ട് AIയുടെ നെഞ്ചത്താണല്ലോ. ശരിക്കുള്ള തെളിവുകൾ ആരെങ്കിലും പ്രസന്റ് ചെയ്യുമ്പോൾ അത് AIയുടെ ഉടായിപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തി ഇടുമ്പോഴത്തേക്ക് അത് മാത്രം സത്യമായിട്ടുള്ള തെളിവാണെന്നാണ് പൊതുവെ ഇപ്പോൾ ഇവിടെ കിടന്ന് കളിക്കുന്നതിനകത്തൊന്നും എനിക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും രേണു സുധി വീണ്ടും അടുത്തൊരു ഡയലോഗ് ഇറക്കുന്നുണ്ട്, കണ്ടു. എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി AI വെച്ച് ചെയ്താണോ, ഞാനത് കണ്ടുമില്ല, ശ്രദ്ധിച്ചു. എന്നോട് ഒരാൾ കണ്ടവരൊക്കെ പറഞ്ഞു, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ. അല്ലെങ്കിൽ ഇതെനിക്കറിയില്ല എന്താ സംഭവം. ഇപ്പോൾ ഒരു പ്രൊമോഷൻ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന് ആവശ്യമുണ്ടോ, പ്രോഗ്രാം ആവശ്യമുണ്ടോ, മാനേജറെ കോൺടാക്ട് ചെയ്യുക. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്. രേണു മീറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ച ഉടനെ ഓക്കെ മീറ്റ് ആക്കാം എന്ന് രേണു ഇടുന്നുണ്ട് തിരിച്ച് റിപ്ലൈ. അതൊക്കെ പോട്ടെ, ഈ റീലൊക്കെ എന്തിനാ രേണു ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? കാളിൻ്റെ റീലും കാളിൻ്റെ ഭംഗി കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? കാളിൻ്റെ ഭംഗി കണ്ട് ഇഷ്ടം കൂടിയിട്ട് ആക്രാന്തം മൂത്ത് അതാണോ ചേച്ചി ഉദ്ദേശിച്ചത്? അല്ല ചേച്ചി, നാട്ടുകാർ മണ്ടന്മാരല്ല.
ചേച്ചിയുടെ വീഡിയോ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന ഒരു ഡയലോഗാണ് ഇത്. നാട്ടുകാരും മണ്ടന്മാരല്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയക്കാർ നിങ്ങളുടെ ഒരു ഈ എന്തോ സിനിമ എന്ന് പറയുന്ന സാധനമൊക്കെ വരുന്നതൊക്കെ ഇവർ അഭിനയിക്കുന്നതിൻ്റെ സിനിമ എന്നൊന്നും വിളിക്കാമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് അവിടോട്ട് ഈ ഓൺലൈൻ മീഡിയക്കാർ ഓടിയെത്തുന്നത് നിങ്ങൾ വിളിച്ചിട്ടല്ലേ, അല്ല എന്ന് നിങ്ങൾ പറയരുത്. പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോട് ഈ ഡയലോഗ് അടിക്കരുത്. ഓക്കെ ചേച്ചി, അത് വിട്. ചേച്ചിക്ക് പക്ഷെ പോയി രേണുസുധി, നാട്ടുകാർക്ക് വെറുത്തു തുടങ്ങി കേട്ടാ, മടുത്തു തുടങ്ങി. അയ്യോ ഇല്ലേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വെറുത്തു തുടങ്ങിയില്ലേ? എനിക്കും വെറുത്തു തുടങ്ങിയടേ. പിന്നെ കണ്ടന്റ് എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് അങ്ങ് ചെയ്യുന്നതാ, അതിനൊരു സപ്പോർട്ട് താ. അവരുടെ വീഡിയോ കാണാൻ പോകണ്ട നിങ്ങൾ. ഞാൻ എപ്പോഴും പറയും, എന്തിന് തടുത്ത സാധനം. കിച്ചു കഴിഞ്ഞ ദിവസം ഋതപ്പനെയും കൊണ്ട് പോയില്ലേ? ആ വീട്ടിൽ ചെന്ന് കിച്ചു ഋതപ്പനെ വിളിച്ചോണ്ടൊന്ന് കറങ്ങാൻ പോയില്ലേ? അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് അത് കേൾക്കാം. അറിയാന്നല്ലേ രേണുവിന് ഇത്രയധികം ശത്രുക്കളുണ്ടെന്ന്. പക്ഷെ രേണു ആർക്കും ഒരു ശത്രുതയും ആർക്കും വരുത്തി വെക്കുന്നില്ല. പക്ഷെ എൻ്റെ അടുത്ത് എന്തോ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ രേണു അന്ന് വെല്ലുവിളിച്ചതിന്റെ പകരം വീട്ടിൽ തോന്നുന്നുണ്ടോ? ആരെയും വെല്ലുവിളിച്ചു. അന്ന് ഫേസ്ബുക്ക് പേജ് അടിച്ചുകൾ എന്തായാലുള്ളവർ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനുശേഷമുള്ളത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഓർക്കുന്നില്ല, ഒരു മൂടിനെ പറഞ്ഞത് ഇത്ര വലിയ പുരുഷാവെന്ന് ഓർത്തില്ല. ഒരു മൂടിനങ്ങ് പലതും പറയുന്നതല്ലേ പണിയായിട്ട് വരുന്നത്. കിച്ചുവിൻ്റെ കേസല്ല കേട്ടോ, അത് അടുത്ത വീഡിയോയിലാണ്. അതിന് മുമ്പ് ഇത് സംഗതി എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഫേസ്ബുക്ക് അങ്ങ് പോയില്ലേ, അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചതാ. ശത്രുത ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന്. പിന്നെ എനിക്ക് ഭയങ്കര ശത്രുക്കളല്ലേ? അയ്യോ വലിയ ടീമാണല്ലോ, ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുമല്ലോ. രേണു, നിങ്ങളുടെ ശത്രുവാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് നാണക്കേട്. മനസ്സിലായില്ലേ? എനിക്കാണ് നാണക്കേട്, നിങ്ങൾക്കല്ല. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. നിങ്ങളെയൊക്കെ എന്തിന് ശത്രുവായിട്ട് കാണണം രേണു? എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല നിങ്ങളുടെ ഇങ്ങനത്തെ ഡയലോഗുകൾ. പിന്നെ നിങ്ങൾ അവസാനം പറഞ്ഞൊരു കാര്യം, ചുമ്മാ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറയുന്നതാ. അങ്ങനെ ഫ്ലോയ്ക്ക് പലരോടും പല വെല്ലുവിളിയും നടത്തുമ്പോഴത്തേക്കൊന്ന് ആലോചിക്കണം. ചുമ്മാ ഇരിക്കുന്നവരെ പോയി ചൊറിയാൻ നിൽക്കരുത്. പിടികിട്ടിയോ? എന്തിനാ വെറുതെ? ഞാൻ കണ്ടിട്ടില്ല ഇവരങ്ങനെ ചൊറിഞ്ഞ വീഡിയോ. നമുക്ക് സ്ഥിരം നമ്മൾ ഇവരെ ഒന്നും ഫോളോ ചെയ്യത്തില്ലേ, ഒന്നാമത്തെ കാര്യം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലുമൊക്കെ അയച്ചു തരുമ്പോഴേ ഞാൻ പൊതുവേ നോക്കാറുള്ളൂ. കാരണം താല്പര്യമില്ല, ഒരു പരിധിയിൽ കൂടുതൽ. എനിക്ക് മടുത്തു തുടങ്ങി. ഇടയ്ക്ക് സ്ഥിരമായിരുന്നു ഇവർ, പക്ഷെ മടുത്തു. എന്തു പറയുമെന്നിടയ്ക്ക് ആലോചിക്കും. കാരണം പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇവർ നെഗറ്റീവ് റീച്ച്, അവർക്ക് നിലനിന്ന് പോകാൻ വേണ്ടി അവർ കാണിക്കുന്ന പല പരിപാടി, ഫാമിലിയെ വരെ അല്ലെങ്കിൽ ആ ചെറുക്കനെ വരെ, അത്രേ ഉള്ളൂ. പിന്നെ അവർക്കും ജീവിക്കണ്ടേ. ഇടയ്ക്ക് ഞാനത് തിങ്ക് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുമെന്ന് അറിയത്തില്ല. കാണിക്കട്ടെ. ഇടയ്ക്ക് ഞാൻ അങ്ങനെയും പറഞ്ഞങ്ങ് വിടാറുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ കുറച്ച് ഓവറായി പോകുമ്പോഴാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചു ആ ഋതപ്പൻ്റെ അടുക്ക് വന്നിട്ട് അവനെ കൊണ്ട് പോകുന്ന ആ ഒരു വ്ളോഗ്, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. എന്നെ വിളിച്ചിട്ട് അമ്മ ഞാൻ അനിയനും കൊണ്ട് പുറത്തു പോവാണ്, അപ്പം അപ്പപ്പ പറഞ്ഞ അമ്മയോട് വിളിച്ചു ചോദിക്കാൻ. ഞാൻ പറഞ്ഞു, കിച്ചു ഞാൻ ഇവിടെ ഇല്ല, ഞാൻ അങ്കമാലിയിലാണ്, ഷൂട്ടിലാണ്. അങ്കമാലിയിൽ ഒരു പ്രൊമോഷൻ്റെ ഷൂട്ടിലാണ്. നിൻ്റെ അനിയനല്ലേ, നീ സേഫായിട്ട് കൊണ്ടുവിടുക. ശരി അമ്മ, അമ്മ എപ്പോഴാണ് വരുന്നത്? ഞാൻ നൈറ്റ് ആവും, പപ്പായോട് പറഞ്ഞോളാം. പപ്പ ഓർത്ത വേറൊന്നും കൊണ്ട് പപ്പ സമ്മതിക്കായിരുന്നല്ല. കുഞ്ഞ് എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. ഷൂട്ട് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവരാൻ വേണ്ടി വണ്ടിയിൽ ഭയങ്കര ഇഷ്ടം, വണ്ടിയിലൊക്കെ കയറി പോകാൻ. ചൂടും കൂടെ അല്ലേ വീട്ടിൽ, AC ഒന്നും ഇല്ലാത്തതുകൊണ്ട്. കാരണം ഒരു AC കൂടെ മേടിച്ചു തരാൻ പറ ചേച്ചി. നമ്മുടെ ബിഷപ്പിനെ വിളിച്ചു പറ, ബിഷപ്പേ ഒരു AC മേടിച്ച് തരാമോ വീട്ടിലേക്ക് എന്ന് ചെല്ല്. ഇവിടെ എന്തുവാടേ ഇതൊക്കെ? ഇതെന്തുവാ ഇതൊക്കെ? എന്തുവാ ഇവർ പറയുന്നത്? AC ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞ് കാറിൽ കയറി. പിന്നെ കാറിലിരിക്കാൻ അവന് ഇഷ്ടമായി. AC ഒന്നും ഇല്ലല്ലോ വീട്ടിൽ. ഏത് മൂഡ്? മനസ്സിലായോ? ഇനി അതും കൂടെ ആരെങ്കിലും അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ അതും കൈനീട്ടി അങ്ങ് മേടിക്കും. എന്നിട്ട് 2 മാസം കഴിയുമ്പോൾ അവരുടെയും തന്തയ്ക്ക് വിളിക്കും. രേണു, നിങ്ങൾക്ക് ഇത് തന്നെ, നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയയുടെ, നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു, വാ തുറന്ന് ചുമ്മാ ഓരോന്ന് അങ്ങ് അടിക്കുന്നത്, പിന്നെ മറന്നു പോകും. വായടച്ച് വെക്ക്. വായിന്ന് വീഴുന്നതൊക്കെ നോക്കിയും കണ്ടും മാത്രം പുറത്തേക്ക് തള്ളു. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെ, നാളെ എന്ന് പറയുന്നില്ല, ഇപ്പം തന്നെ നിങ്ങളുടെ നാക്കാണ് നിങ്ങളുടെ പ്രശ്നം. അത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അടുത്തൊരു കാര്യം, ഈ വീഡിയോയിലെ ഋതപ്പൻ അത്ര ഹാപ്പി ആയിരുന്നില്ല എന്ന് ആൾക്കാർ കാണുന്നവർ പറയുന്നുണ്ട്. ഞാനവിടെ ഇല്ലായിരുന്നല്ലോ. കുഞ്ഞിനറിയാം എന്തോ പ്രശ്നം നടക്കുന്ന അറിയാം. അവൻ ചോദിക്കത്തില്ല. പക്ഷെ അവനെ ഓർത്ത് കാണും, ദൈവമേ അമ്മ ഇനി വഴക്ക് പറയുമോ പോയാ, അങ്ങനെ കുഞ്ഞിനറിയില്ല. എല്ലാം പറയുന്നുണ്ട്. രേണു എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഋതപ്പൻ്റെ അടുത്ത്, അങ്ങനെ എന്തെങ്കിലും? രേണു എന്തൊക്കെയോ പറഞ്ഞു വെച്ചാൽ എന്റെ മകനല്ലേ അത്, ഞാൻ പറഞ്ഞു വെക്കട്ടെ. അതിനെന്താണ് പറഞ്ഞു വെച്ചില്ലെങ്കിൽ ആൾക്കാർക്ക് എന്താ കുഴപ്പം? എന്റെ മകനോട് ഞാൻ പറയും, ചിലപ്പോൾ പറയാതിരിക്കും. അതെന്റെ ഇഷ്ടമല്ലേ.
അന്ന് എന്തിനാ നാട്ടുകാർ ഇടപെടുന്നത്? ചേച്ചിയുടെ മുഖഭാവം മാറിയത് കണ്ടോ നിങ്ങള്? ശ്രദ്ധിച്ചോ നിങ്ങള്? ഞാൻ പറയും, എൻ്റെ കൊച്ചല്ലേ, ഞാൻ ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയാതിരിക്കും. എൻ്റെ കൊച്ചല്ലേ, ഞാൻ നോക്കിക്കോളാം, നാട്ടുകാർക്ക് എന്താ പ്രശ്നം? ഈ ഒരു മോഡ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമായല്ലോ. എല്ലാവരും അന്നത്തെ ദിവസം കിച്ചുവിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സുകളിൽ അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ പറഞ്ഞൊരു കാര്യമാണ്, നല്ല രീതി രേണു കിച്ചുവിനെ പേടിപ്പിച്ച് വെച്ചേക്കുക. അതുകൊണ്ടാണ് ആ ചെറുക്കൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. സാധാരണ കിച്ചുവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് കിച്ചു ചെന്ന് കെട്ടിപ്പിടിച്ച്, പക്ഷെ ആ പയ്യനെന്തോ ഒരു പേടിയോടായിരിക്കുന്നത്. ആ കാറിൽ കയറി കിച്ചുവിന് മനസ്സിലായി ചെറുക്കൻ സന്തോഷിക്കുന്നില്ല, പണിയാണ്, പേടിപ്പിച്ച് വെച്ചേക്കുക. രേണുവിനെ വിളിച്ച് ചോദിച്ചു, രേണു പറഞ്ഞു കൊണ്ടൊക്കോ. അതിന് ശേഷമാണ് ആ ചെറുക്കൻ ഒന്ന് ചിരിക്കുന്നത്, ഋതപ്പൻ. മനസ്സിലായില്ലേ? രേണുവിൻ്റെ വായിൽ നിന്ന് തന്നെ ഇപ്പം അത് വീണ് കഴിഞ്ഞു, വ്യക്തമായി കഴിഞ്ഞു. മോനെ ചേട്ടനും കൂട്ടനും ഒന്നും വേണ്ട, നിർത്തിക്കോ, അവൻ്റെ അമ്മേനെ പിടിച്ച് എക്സ്പോസ് ചെയ്തതാ, പണി തന്ന്, ഇനി വേണ്ട പറഞ്ഞിട്ടുണ്ടായിരിക്കും. കൂടാതെ പറയുന്നുണ്ടല്ലോ അവനും ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഏത് ആ ചെറിയ ചെറുക്കന് ഡൗട്ടുകൾ? അവനെന്താ ഫോൺ യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കുവാണോ രേണുവിനെ പറ്റി ബാക്കിയുള്ളവർ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ ചൊല്ലി ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ? അല്ലല്ലോ. രേണുവായിട്ട് തന്നെ ചെറുക്കനെ പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞു കേട്ടോ നാട്ടുകാർക്ക്. ഇനി കൂടുതൽ കഥ പറയല്ലേ. എസിക്ക് വേണമെങ്കിൽ നമ്മുടെ ബിഷപ്പിനെ വിളിക്ക്, നല്ലതായിരിക്കും. ബാക്കി കിച്ചു ഋതപ്പനെ കൊണ്ടുപോയി, വൺ ഡേ ടൂർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്തിരിക്കുന്ന വൺ ഡേ ടൂർ വിത്ത് ഋതപ്പൻ എന്നൊക്കെ കൊടുത്തിട്ടായിട്ടിരിക്കുന്നത്, അങ്ങനെ എന്തോ. ഓക്കെ, എനിവേ, പിന്നെ അതിൽ ഋതപ്പൻ ഹാപ്പിയാണോ? ഭയങ്കര ഇഷ്ടം. അവൻ ഋതപ്പനെ സംബന്ധിച്ചോളം എൻ്റെ കുഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് കിച്ചു, ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമാണ് കിച്ചു. എനിക്കറിയാം, കാരണം അവൻ്റെ ഒരേ ഒരു രക്തബന്ധത്തിലുള്ള ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മക്കളാണ് ഇപ്പോൾ കൂടെ ഉള്ളത്, ലെബനോനും ലുധിയാണ്. അവൻ ജീവനാണ്. അവൻ സഹോദര സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊന്നും എൻ്റെ സുചേട്ടൻ്റെ അതേ ഒരു ബ്ലഡ് ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സുചേട്ടൻ അങ്ങനെ തന്നെ ചത്തിയുള്ള സഹോദരനാണെന്ന് വെച്ചാൽ എനിക്കറിയാതെ. റേഷ്മ പി തങ്കച്ച, നിങ്ങൾക്കറിയാം കിച്ചുവിനെ ആ പയ്യൻ അത്ര ഇഷ്ടമാണെന്ന്. പിന്നെ എന്തിനാണ് അവനെ പേടിപ്പിച്ച് നിർത്തുന്നത് നിങ്ങൾ? അത്രേ ചോദിക്കാനുള്ളൂ. കിച്ചു വന്നോട്ടെ, അവർ പൊക്കോട്ടെ. പിടികിട്ടിയോ? പേടിപ്പിക്കാതെ ചെറുക്കനെ. ചേട്ടൻ അങ്ങനെയാണ്, ചേട്ടൻ ഇങ്ങനെയാണ്, ചേട്ടൻ്റെ കൂടെ പോകരുത്. സ്റ്റോപ്പ് ഇറ്റ്. അവരൊറ്റ വീഡിയോയിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞതാണ്. നിങ്ങളുടെ വായനതാ ഇപ്പം നിങ്ങളും ഏതാണ്ടൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിടികിട്ടിയോ? അതുകൊണ്ട് നിർത്ത്. അവൻ്റെ സന്തോഷം, അവന് കിച്ചുവായിട്ടൊക്കെ പുറത്തു പോകുന്ന ഇഷ്ടമാണെങ്കിൽ അവൻ സന്തോഷിക്കട്ടെന്നേ. നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ബിസിയാ. ദുബായ്, റാസൽ ഖൈമ, അബുദാബി, അങ്കമാലി, കൂത്താട്ടൂളം, നിങ്ങൾ ബിസിയാ. ചെറുക്കൻ കൊണ്ടുപോട്ടെ, വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ. അതിനെ പേടിപ്പിക്കാതെ. മനസ്സിലായോ? ഒരൊറ്റ ക്ലിപ്പും കൂടെ, ഇതും കൂടെ കണ്ടു. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട് കിച്ചു ഇപ്പം വിളിക്കാത്തതിലും വരാത്തതിലൊക്കെ. അങ്ങനെ വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അവൻ്റെ ഇഷ്ടമാണ് വിളിക്കാൻ. വിളിച്ചല്ലോ, ടൈം ഉണ്ടായിരുന്നു, സമയമില്ലല്ലോ. എനിക്കുമില്ല, അവനില്ല. അമ്മമാരോടാണ് ചോദ്യം, ആൺമക്കളുള്ള അമ്മമാരോട്. നിങ്ങൾ പറ, നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ നിങ്ങളുടെ മോൻ തന്നെ വെച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ ദത്തെടുത്തൊരു മകനോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, സ്വന്തം മകനല്ല, പക്ഷെ നിങ്ങൾ മകനെ പോലെ കാണുന്നൊരു വ്യക്തി, അയാൾ വിളിക്കാതിരുന്ന നിങ്ങൾക്ക് സങ്കടം വരത്തില്ലേ? വിഷമം വരത്തില്ലേ? നല്ലൊരമ്മയാണെങ്കിൽ വരും, പക്ഷെ രേണുസുതിക്ക് വരത്തുമില്ല. പക്ഷെ എൻ്റെ കിട്ടുമോണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിനകത്തും നമ്മളെന്താ മനസ്സിലാക്കണ്ടേ? നല്ല ഒന്നാന്തരം ഒരു നാട്ടകം നടിയാണ് ഈ ചേച്ചി എന്നല്ലേ? അല്ലാതെ ശരിക്ക് സ്നേഹമൊന്നും ഇവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരോടും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.